ഹായ്. ആടുമായുള്ള ലൈംഗിക ബന്ധം സെൻസർ ബോർഡ് കട്ട് ചെയ്തതെന്ന് ബെന്യാമിൻ, ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് ബ്ലസ്സി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നജീബ്. ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? നജീബ് എന്ന ആലപ്പുഴക്കാരൻ മരുഭൂമിയിൽ കിടന്ന് ക്രൂരമായ പീഡനവും വിശപ്പ്, ദാഹം, ചൂട് എല്ലാം ഏറ്റ് ജീവനുമായി നാട്ടിലോട്ട് വരുമ്പം നമ്മൾ കൊടുക്കുന്ന സ്വീകരണം ആടുമായുള്ള ലൈംഗിക ബന്ധം. ശരിയാണോ അത്? ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു. ഞാനിപ്പോ നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നോണ്ട് മാത്രമല്ല കൊച്ചിയിൽ കളിക്ക് ശരിയില്ലാത്തതിന്റെ എത്തില്ലല്ലോ അങ്ങനെയുള്ള അത് നോവലിന് വേണ്ടിയാണ്. ഒരു എഴുത്തുകാരൻ ഇത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു. ബെന്യാമിൻ ഇതുപോലെ എഴുതുമെന്ന് എഴുത്തുകാരോ വായനക്കാരോ ഒന്നും ഇത് ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല. ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ കാശിന് വേണ്ടി ഇങ്ങനെ എഴുതി പിടിപ്പിക്കാവോ? ഇന്ന് നജീബിന് നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ആടുമായുള്ള ലൈംഗിക ബന്ധം ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ജീവിതം കൊടുക്കുന്നതിന് പകരം ജീവിതം കൊടുത്ത കൈ കൊണ്ട് അത് തന്നെ തിരിച്ചു മേടിക്കുക എന്ന് പറയുമ്പം ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഞാൻ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്, സത്യത്തിൽ ഇത്തരത്തിലൊരു ഫുൾ ലെങ്ത് മൂവി തിയേറ്ററിൽ പോയി കണ്ടിട്ട് 10 വർഷമായി. ഈ ആടുജീവിതത്തിന് വേണ്ടിയായിരുന്നു ഞാനും 10 വർഷം കാത്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. കാരണം മലയാള സിനിമ അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നെനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഞാൻ പൊതുവെ കാര്യങ്ങളെ വളരെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് സിനിമ കാണുമ്പോഴും ഞാൻ അതിനകത്തെ കുറവുകൾ എവിടെയെന്ന് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പിടിക്കുന്ന ഒരാളാണ്. പക്ഷേ ബ്ലസ്സിയുടെ ഈ സിനിമ ആ സൂക്ഷ്മാംശത്തിൽ വളരെ ഭംഗിയായി ക്രാഫ്റ്റ്മാൻഷിപ്പോടുകൂടി ചെയ്തിരിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ഈ 10 വർഷത്തെ കാത്തിരിപ്പ് എനിക്കും വിഫലമായില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു ലോകസഞ്ചാരിയുടെ ഈ വാക്കുകൾ ആ സിനിമയ്ക്ക് ഒരുപാട് നന്മയും അതിലുപരി അംഗീകാരമാണ് നൽകുന്നത്. നജീബിനെ സ്വന്തം അച്ഛനായിട്ട് പിതാവായിട്ട് കാണുന്ന ആളുകളാണ് ആലപ്പുഴയുള്ള ജനങ്ങൾ. അദ്ദേഹത്തിന് ഇതുപോലെ എഴുതി ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കോമാളിയാക്കേണ്ട കാര്യമുണ്ടോ? വലത് കൈകൊണ്ട് ജീവിതം നൽകി ഇടത് കൈകൊണ്ട് ആ ജീവിതം തിരിച്ചു മേടിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? ബ്ലസ്സി പറയുന്നു അങ്ങനെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന്. ബെന്യാമിൻ പറയുന്നു സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തെന്ന്. നജീബ് പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. നമ്മളെല്ലാം ഏത് വിശ്വസിക്കും? ആരെ തഴയും? നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.